കരുനാഗപ്പള്ളി നമ്പരിവികാല കാക്കൻ്റെയത്ത് നരേന്ദ്രൻ ഔഷധ കൃഷിയിലൂടെ ശ്രദ്ധ നേടുന്നു. 40 സെന്റ് സ്ഥലത്ത് 3000 ഇനം ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തി പരിപാലിക്കുകയാണ് ഈ 72കാരൻ. കേരളത്തിൽ അന്യം നിന്നു പോകുന്ന നിരവധി ഔഷധ സസ്യങ്ങളുടെ ശേഖരം ഇവിടെയുണ്ട്. കേരളത്തിൽ അത്യപൂർവമായി കാണുന്ന നാഗവയമ്പ്, മരവുരി, ചതുരക്കുറിഞ്ഞി, രുദ്രാക്ഷം തുടങ്ങി 27 ഇനം ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ ഇവയെല്ലാം ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ആയുർവേദ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒരു പഠനക്കളരിയാണ് ഔഷധ സസ്യകേന്ദ്രം. സർക്കാരിന്റെ എല്ലാ സ്റ്റാളുകളിലും പ്രദർശനശാലകളിലും ഇവിടെ നിന്നാണ് ഔഷധ സസ്യങ്ങൾ കൊണ്ടുപോകുന്നത്. അന്യ സംസ്ഥാനങ്ങളിലും സസ്യഗവേഷണ കേന്ദ്രങ്ങളിലും മറ്റും സഞ്ചരിച്ചാണ് ശേഖരം കണ്ടെത്തിയതെന്ന് നരേന്ദ്രൻ പറഞ്ഞു. കേരളത്തിലും പുറത്തുമൊക്കെ പോയി ധാരാളം അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചു. അതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഔഷധ കമ്പനിക്കാരും ആയുർവേദ മെഡിക്കൽ കോളേജുകാരെല്ലാം വന്ന് അപൂർവ സസ്യങ്ങളുടെ തൈകളും സസ്യങ്ങളും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലുള്ള കാർഷിക മേളകളിലെ പ്രദർശന സ്റ്റാളായി ഈ ഔഷധ സസ്യങ്ങൾ കാണിക്കാറുണ്ട്. ഔഷധ നിർമ്മാണ കമ്പനികളും ആയുർവേദ വൈദ്യന്മാരും ഇവിടെ നിന്നാണ് സസ്യങ്ങൾ ശേഖരിക്കുന്നത്. നരേന്ദ്രൻ ആദ്യം ഔഷധ വൃക്ഷങ്ങളാണ് തുടങ്ങിയതെങ്കിലും ഇന്ന് കാണുന്ന ഔഷധ സസ്യങ്ങളുടെ ശേഖരത്തിലേക്ക് പിന്നീട് മാറുകയായിരുന്നു. 7 കൊല്ലം കൊണ്ടാണ് നരേന്ദ്രൻ ഇത്രയും സംഘടിപ്പിച്ചത്. ഇദ്ദേഹത്തോടൊപ്പം കൃഷിയിൽ സഹായിക്കാൻ 2 ആൺമക്കളും സജീവമാണ്. ഔഷധ സസ്യങ്ങൾക്കൊപ്പം തന്നെ ഔഷധ മത്സ്യങ്ങളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. എസ് അനൂപ്, ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.